തൂത്തുക്കുടി പോർട്ടിൽ ടെർമിനലുള്ള വിവരം മറച്ചുവെച്ചാണ് MSC കമ്പനി വിഴിഞ്ഞത്തെ ഓഹരിക്ക് ശ്രമിച്ചത് എന്ന് CPIM. 250 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിൽ ഓഹരി കൈമാറ്റം പാടില്ല എന്നാണ് കരാറെന്ന് P. രാജീവ് പറയുന്നു. തൂത്തുക്കുടിയിൽ MSCക്ക് സ്വന്തമായി ടെർമിനലുള്ളത് കരാർ ലംഘനമാണോ എന്നത് സർക്കാർ വ്യക്തമാക്കണമെന്ന് തോമസ് ഐസക്കും ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇക്കണോമിക് ടൈംസ് തന്നെ ഈ കരാറിനകത്ത് മറ്റൊരു വ്യവസ്ഥയുണ്ട്. അദാനി പോർട്ടിന് 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റ് പോർട്ടുകളിൽ നിക്ഷേപം നടത്താൻ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് നിക്ഷേപം നടത്താനോ അതിൻ്റെ പ്രധാന ഇൻട്രസ്റ്റുള്ള ആളായി മാറാനോ പാടില്ല. അതുപോലെ തന്നെ 250 കിലോമീറ്ററിൽ പോർട്ടിനകത്തുള്ള മറ്റ് അതിൻ്റെ കമ്പനികൾ അവർ വിഴിഞ്ഞം പോർട്ടിലും അദാനി പോർട്ടിലും ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് കരാറിനകത്ത് അവർ തന്നെ ഉണ്ടാക്കിയ കരാറാണ് 9ാം വ്യവസ്ഥ പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ പുറത്തു വന്ന ഇവരനുസരിച്ച് ഇവരുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉപവിഭാഗമായിട്ടുള്ള TLCക്ക് അവരാണ് അവിടെ കണ്ടെയ്നർ ടെർമിനൽ നടത്തുന്നത് തൂത്തുക്കുടിയിൽ. അപ്പോൾ ആ പ്രശ്നമുണ്ട്. കേരള സർക്കാർ എന്താ അഭിപ്രായം? MSC കമ്പനിക്ക് തൂത്തുക്കുടിയിൽ അവിടെ ഒരു ബർത്ത് സ്വന്തമായിട്ടുള്ളത്, ബർത്തല്ല ഒരു ടെർമിനൽ സ്വന്തമായിട്ടുള്ളത് കരാറിലുള്ള നിബന്ധനകളിൽ നിന്ന് വ്യത്യസ്തമാണോ ഇല്ലയോ? എന്താ കേരള സർക്കാരിൻ്റെ അഭിപ്രായം? പറയണം.